So there is this thing called gut, skin and brain axis. അതായത് വെൻ വി ആർ അണ്ടർഗോയിങ് എ സിവിയർ ഇമോഷണൽ ഡിസ്ട്രെസ്, അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഗട്ട് മൈക്രോബയോം ഡിസ്റപ്റ്റ് ആവുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഫ്ലമേറ്ററി സിസ്റ്റമിക് ഓർ സ്കിൻ കണ്ടീഷൻസ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു പേഷ്യൻ്റ് എത്തുമ്പോൾ അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ അതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് അവരുടെ ഇമോഷണൽ സ്ട്രെസ്സ്, അവരുടെ ഡയറ്റ്, അവർക്ക് ഈ അടുത്തുണ്ടായിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻസ്. ഇതെല്ലാം നമ്മളുടെ ഗട്ട് മൈക്രോബയോമിനെ ഡിസ്റപ്റ്റ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ഡെർമറ്റോളജിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കൊരു ഫുൾ പ്രൂഫ് ഒരു ഡെർമറ്റോളജി ഒരു റിസൾട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു കറക്റ്റ് their emotional stress, their gut microbiome and overall health. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഡയറ്റിൽ കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഹൈ ഫൈബറാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഹൈ റിച്ച് ലോ കാർബ് ഡയറ്റിൽ നമ്മൾ മറന്നു പോകുന്നൊരു സാധനമാണ് നമ്മുടെ ഫൈബേഴ്സ് യൂഷ്വലി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ് എന്നൊക്കെ കിട്ടുന്ന ഫൈബേഴ്സ് ഈ ഒരു ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. രണ്ടാമത് ഹൈ ഷുഗർ നമ്മുടെ ഡയറ്റിൽ വരുമ്പോൾ ചില ബാക്ടീരിയയുടെ ഓവർ ഗ്രോത്ത് വരുത്താൻ സാധ്യതയുണ്ട്. ഇത് വരുമ്പോൾ മ്യൂക്കസ് പെർമിയബിലിറ്റി കൂടുകയും അതുപോലെ ഗട്ട് പെർമിയബിലിറ്റി കൂടുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഗട്ട് ഹെൽത്ത് കുറയാറുണ്ട്. പിന്നെ നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഗുഡ് ഫാറ്റ്സ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഡയറ്റിൽ നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഹെൽത്തി ഫാറ്റ്സ്. പക്ഷേ നമ്മുടെ ബോഡിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ എ, ഡി, ഇ ആൻഡ് കെ. അതിൽ തന്നെ വൈറ്റമിൻ ഡി നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അത് ഫാറ്റ് സോളിബിൾ ആണ്. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിലുള്ള ഹെൽത്തി ഫാറ്റ് ഡയറ്റിൽ കൂടെ ചെന്നാൽ മാത്രമേ നമുക്ക് വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ ഉണ്ടാവുകയും തന്മൂലം നമ്മുടെ ഗട്ട് ഹെൽത്ത് ബെറ്റർ ആവാൻ പറ്റുകയുള്ളൂ. അതുപോലെ ഗുഡ് പ്രോട്ടീൻ, ബേസിക്കലി പറയുന്നത് പ്ലാന്റ് പ്രോട്ടീൻ നമുക്ക് ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും. പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ലൈവ് ബാക്ടീരിയൽ ഓർഗാനിസത്തിന് ഒരു പ്രത്യേക അളവിൽ നമ്മുടെ ഗട്ടിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് ബെറ്റർ ആവുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇൻഫ്ലമേറ്ററി ഡെർമറ്റോളജിക്കൽ കണ്ടീഷൻസ് ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു ഡെർമറ്റോളജിക്കൽ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ കുറേ മെഡിസിൻസും കുറേ ഓയിൻമെൻറ്റ്സും കുറേ സ്റ്റിറോയിഡ്സും അല്ല. അതിൽ നമ്മൾ ഹിസ്റ്ററി എടുത്ത് അതിൽ ആ പേഷ്യൻ്റ് അണ്ടർഗോ ചെയ്യുന്ന ഇഷ്യൂസ്, അവരുടെ ഡയറ്റ്, അവരുടെ ഓവറോൾ ഹെൽത്ത്, ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഒരു ഗുഡ് ഫുഡ് ഹാബിറ്റ്, ഇതെല്ലാം നമ്മളുടെ ഒരു ഹെൽത്തിയർ സ്കിന്നിനും ഒരു ഹെൽത്തിയർ ലൈഫ് സ്റ്റൈലിനും വേണ്ടിയിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.